ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ ഫീച്ചേഴ്സ് ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷൻ. അതിനുവേണ്ടി നമ്മളൊരു ടു ബോഡി സെൻട്രൽ ഫോഴ്സ് ഇൻട്രാക്റ്റഡ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടു ബോഡി സിസ്റ്റത്തെ നമുക്ക് റെഡ്യൂസ്ഡ് മാസ് സിസ്റ്റമായിട്ട് മാറ്റി വരയ്ക്കാൻ പറ്റും. വിത്ത് എ ഒറിജിൻ ഓ എ സെപ്പറേഷൻ വെക്റ്റർ ആർ വിത്ത് ദ റെഡ്യൂസ്ഡ് മാസ് മ്യൂ. ഇങ്ങനെ നമുക്ക് ആ ടു ബോഡി സിസ്റ്റത്തെ മാറ്റി എഴുതാൻ പറ്റും. അങ്ങനെ അത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെയായിരിക്കും കിട്ടുക? ഇങ്ങനെ റെഡ്യൂസ്ഡ് മാസ്സായിട്ട് നമ്മൾ ആ സിസ്റ്റത്തെ മാറ്റി റീഡ്രോ ചെയ്താൽ അവിടുത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. മ്യൂ ആർ ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ ആർ ക്യാപ്പ്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഫോർമാറ്റിലാണിത്. ഇത് എഫ്, ദിസ് ഈസ് ഈക്വൽ ടു എം എ. എൻ്റെ സ്ഥാനത്താണ് എ എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ അല്ലേ? അതേ ഫോർമാറ്റിലേക്ക് ഇത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യലാണ് നമ്മുടെ ടാസ്ക്. ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ആറിനെ കിട്ടും. ആർ എന്താണെന്ന് കിട്ടും. ആർ ആസ് എ ഫങ്ഷൻ ഓഫ് ടി കിട്ടും. അതായത് ഈ ഇങ്ങനത്തെ ഒരു മോഷനിൽ ആറിനെ ഒരു ഫംഗ്ഷനായിട്ട് ടിയുടെ ഒരു ഫംഗ്ഷനായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഈ മാസ്, റെഡ്യൂസ്ഡ് മാസ് ഓരോ സമയത്ത് എവിടെയാണ്, അതൊക്കെ നമുക്കൊരു ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടും. ഇനിയും ഒന്നും കൂടി നമ്മൾ അഡ്വാൻസ്ഡായി പറയുമ്പോൾ നമുക്കത് മറ്റൊരു കോർഡിനേറ്റിൻ്റെ ഫംഗ്ഷനായിട്ടൊക്കെ എഴുതാൻ പറ്റും. അത് നമ്മൾ അടുത്ത ഡിസ്കഷനുകളിൽ പറയും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഓഫ് മോഷനെ സോൾവ് ചെയ്യുക. അപ്പോൾ അത് ഡയറക്റ്റ് സോൾവ് ചെയ്യൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ കൺസർവേഷൻ ലോകൾ ഉപയോഗിക്കും. ഏതൊക്കെയാണ് ആ കൺസർവേഷൻ ലോസ്? ഒന്ന്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി. ഈ 3 കൺസർവേഷൻ ലോകൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നമ്മളെന്തിനാണ് പറഞ്ഞത്? നമുക്ക് ഫിസിക്കൽ പ്രോബ്ലങ്ങൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഇത്തരം ഇതുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെയും നമുക്കത് ഈ കൺസർവേഷൻ ലോകൾ ഉപയോഗിക്കാം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം നമുക്ക് ഇവിടെ ഇനി ഉപയോഗിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി റെഡ്യൂസ്ഡ് മാസിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി അത് ഉപയോഗിച്ചതാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ആംഗുലാർ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളവിടെ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ലീനിയർ മൊമെൻറ്റം കൺസർവേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അത് ഇനി നമ്മളിവിടെ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് പുതിയൊരു ഡാറ്റ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ഇതുവരെ ഈ ഒരു പ്രൊസീജിയറിൽ യൂസ് ചെയ്യാത്ത 2 കൺസർവേഷൻ ലോകളുണ്ട്. ഒന്നാമത്തത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് എനർജി. ഇത് രണ്ടും ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടു ബോഡി സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലം കൺസിഡർ ചെയ്തു. ആ ടു ബോഡി സെൻട്രൽ ഫോഴ്സ് പ്രോബ്ലത്തെ റെഡ്യൂസ്ഡ് മാസ് പ്രോബ്ലമാക്കി മാറ്റി വരച്ചു. അതാണിത്. ഈ ചിത്രം എന്ന് പറഞ്ഞത് അതാണ്. റെഡ്യൂസ്ഡ് മാസ് പ്രോബ്ലമാക്കി മാറ്റി വരച്ചതാണ്. ഓക്കെ. അപ്പോൾ ഈ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മ്യൂ ഈസ് ഈക്വൽ ടു m1 m2 ബൈ m1 പ്ലസ് m2. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 1/μ ഈസ് ഈക്വൽ ടു 1/m1 പ്ലസ് 1/m2. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ് ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ. അത് നമ്മൾ വെറുതെ പറയല്ല, നമുക്കതിൻ്റെ പ്രൂഫ് പറയാം. സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ആംഗുലാർ മൊമെൻറ്റം കൺസർവ് ചെയ്യുന്നുണ്ട് എന്നത് നമുക്ക് തെളിയിക്കാം ആദ്യം. അപ്പോൾ പ്രൂഫായിട്ട് നമ്മൾ ആദ്യം ആംഗുലാർ മൊമെൻറ്റം സെൻട്രൽ ഫോഴ്സ് മോഷനിൽ കൺസർവ് ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ടോർക്ക് കണ്ടെത്താൻ പോവുകയാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം, ഫോഴ്സിൻ്റെ ടേമിൽ എഴുതാൻ പറ്റും, ആർ ക്രോസ് എഫ്. അപ്പോൾ ഈ സെൻട്രൽ ഫോഴ്സ് മോഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. വെക്റ്റർ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെ എഴുതാം, ആർ ഇൻറ്റു ആർ ക്യാപ്പ്. അതുപോലെ ഈ ഫോഴ്സിനെ, സെൻട്രൽ ഫോഴ്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എഫ് ഓഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ നമ്മൾ ഇത് രണ്ടും കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ആറിൻ്റെ സ്ഥാനത്ത് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആറിൻ്റെ ഡയറക്ഷൻ ക്രോസ്
ഫോഴ്സിൻ്റെ സ്ഥാനത്ത് സെൻട്രൽ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് സെൻട്രൽ ഫോഴ്സ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഫ് ഓഫ് ആർ, അതിൻ്റെ ഡയറക്ഷനാണ് ആർ ക്യാപ്പ്. അപ്പോൾ ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതെന്താണ്, ഇത് ഇറ്റ് ഈസ് എ ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് ടു ക്വാണ്ടിറ്റീസ് ബോത്ത് ഹാവ് സെയിം ഡയറക്ഷൻ. അതായത് അങ്ങനെ ഇതാണെങ്കിൽ നമുക്ക് ആദ്യം എൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം, ആർ എഫ് ഓഫ് ആർ, പിന്നെ ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പാണ്. ആർ ക്യാപ്പ് ക്രോസ് ആർ ക്യാപ്പ് എന്താണ്, 0 ആണ്. കാരണം ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നോൺ സീറോ ആണ്. പക്ഷേ ക്രോസ് പ്രൊഡക്റ്റ് ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് ക്വാണ്ടിറ്റികളുടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അത് 0 ആണ്. അതുകൊണ്ട് ടോർക്ക് ഈസ് ഈക്വൽ ടു 0. ടോർക്ക് 0 ആണ്. ടോർക്ക് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ ലീനിയർ മൊമെൻറ്റം ഇങ്ങനെ പറയലുണ്ട് ഫോഴ്സിൻ്റെ ടേംസിൽ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം dp/dt ഇങ്ങനെ പറയലുണ്ടല്ലോ. അതുപോലെ ആംഗുലാർ മൊമെൻറ്റം ഫോഴ്സിൻ്റെ സ്ഥാനത്ത് ആംഗുലാർ ഇക്വലൻ്റ് ആയ ടോർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൊട്ടേഷൻ മോഷനിലെ ഇക്വലൻ്റ് ആയ ടോർക്കിനെ dl/dt എന്ന് എഴുതാൻ പറ്റും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ന് എഴുതാൻ പറ്റും. ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ദാറ്റ് ഇംപ്ലൈസസ് ടോ ഈസ് ഈക്വൽ ടു dl/dt. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്താണ്, ടോർക്ക് ഈസ് 0 ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ, ദെർഫോർ 0 ഈക്വൽ ടു rate of change of angular momentum. Rate of change of angular momentum is equal to 0 implies derivative of a quantity is 0 implies that quantity is constant. L is a constant. അതായത് സെൻട്രൽ ഫോഴ്സ് മോഷനിൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആംഗുലാർ മൊമെൻറ്റം വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഇൻ എ സെൻട്രൽ ഫോഴ്സ് മോഷൻ. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ഇനി നമ്മൾ ആ ഒരു കൺസർവേഷൻ ഓഫ് ലീനിയർ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കോൺസിക്വൻസ് ആണ് പറയാൻ പോകുന്നത്. ആംഗുലാർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസർവ്ഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ഇൻ ഡയറക്ഷൻ. അതായത് നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തെ ആർ ക്രോസ് പി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളെ മോഷൻ നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ, ആദ്യം ഒരു ഒറിജിൻ ഉണ്ട് ഓ, പിന്നെ നമ്മുടെ ഈക്വലൻ്റ് റിഡ്യൂസ്ഡ് മാസ് ഇവിടെ, അപ്പോൾ ഇവിടെ ഈ വെക്റ്ററാണ് ആറും പിന്നെ ഇത് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ mv അല്ലേ, അതായത് വെലോസിറ്റീൻ്റെ ഡയറക്ഷൻ ആയിരിക്കും മൊമെൻറ്റത്തിന് ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആർ ക്രോസ് പീൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഇതാണ് മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ആർ ക്രോസ് പീൻ്റെ ഡയറക്ഷൻ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് കേൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക, മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും വരിക, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മുകളിലേക്കായിരിക്കും വരിക. ഇതാണ് ഡയറക്ഷൻ ഓഫ് ആർ ക്രോസ് പി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു ഡയറക്ഷൻ അപ്പോൾ കൺസേർവ്ഡ് ആവണം. നമ്മൾ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ കൺസേർവ്ഡ് ആവണം. അതായത് ഓൾവേസ് എന്താവണം, എല്ലാ സമയത്തും ഇതേ ഡയറക്ഷൻ ആവണം. അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷനിൽ നിന്ന് നമുക്ക് രണ്ട് കോൺസിക്വൻസുകൾ കിട്ടും. ഒന്നാമത്തെ കോൺസിക്വൻസ് എന്താണ്, എല്ലാ സമയത്തും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ ഇതന്നെ ആവണം, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആവണം, ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആവണം. അതിൻ്റെ അർത്ഥം എല്ലാ സമയത്തും ഈ മോഷൻ എന്താവണം, ഈ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം അല്ലേ. ഈ പ്ലെയിനിൽ നിന്ന് പുറത്ത് പോയാൽ, അതായത് ഇതിപ്പോൾ ഈ ഒറ്റ പ്ലെയിനിൽ നിന്നല്ലാതെ പുറത്ത് പോവുകയാണെങ്കിൽ ഈ മേലേക്കുള്ള ഡയറക്ഷൻ മാറും, ഒന്ന് ശരിയൊക്കെ ചെയ്യും. അപ്പോൾ ശരിക്കും ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ കൺസേർവ്ഡ് ആവണം എന്നത് ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു നമ്മുടെ മാസുകളുടെ മോഷൻ ഒരു പ്ലെയിനിലെ കൺസേർവ്ഡ് ആവും, ഒരു പ്ലെയിനിലേക്ക് റിസ്ട്രിക്റ്റ് ചെയ്യണം. അതായത് നമ്മളിപ്പോൾ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അതെന്താണ്, ഒറ്റ പ്ലെയിനിലാണ്, ഒരു പ്ലെയിനിലല്ലേ, ഒരു പ്ലെയിൻ വരച്ചാൽ അതിലൂടെ ആയിരിക്കും, അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ചെരിഞ്ഞൊന്നും അടിയിലേക്കും മേൽക്കൊന്നും പോകുന്നില്ലല്ലോ. അതാണ് പ്ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷത്തിൻ്റെ കോൺസിക്വൻസ് നമുക്ക് എഴുതാം. ഒന്നാമത്തെ കോൺസിക്വൻസ് എന്താണ്, മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. അപ്പോൾ ഒന്നാമത്തെ കോൺസിക്വൻസ് നമുക്ക് എന്ത് എഴുതാം, മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. അതായത് അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് ചോദിച്ചാൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ് എ കോൺസ്റ്റൻറ്റ്.
അതായത് ആർ ക്രോസ് പി ഈസ് എ കോൺസ്റ്റൻറ്റ്, ആർ ക്രോസ് മ്യൂ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ആർ ക്രോസ് മ്യൂ ആർ ഡോട്ട് വെക്റ്റർ ആർ ഡോട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി പിന്നെ അങ്ങനെ വേണ്ട. അതായത് ഈ ഒരു ഇതെപ്പോഴും എന്തായിരിക്കണം, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എന്താവണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആംഗുലാർ മൊമെൻറ്റം ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും കൺസർവ്ഡ് ആയിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതിൻ്റെ അർത്ഥം അത് ഡിമാൻഡ് ചെയ്യുന്നു ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, കോൺസ്റ്റൻ്റ് ഡയറക്ഷൻ demands the R and P should be in a single plane. ആറും ഈ ഒരു ആറും പിയും സിംഗിൾ പ്ലെയിനിലായിരിക്കണം, എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ആർ ക്രോസ് പിക്ക് സെയിം ഡയറക്ഷൻ കിട്ടുള്ളൂ. ആർ ക്രോസ് പിൻ്റെ ഡയറക്ഷൻ ആറിനും പിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ആ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ ആറും പിയും ഒരേ പ്ലെയിനിൽ തന്നെ ആവണം, എന്നാലാണ് ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലറായ ഡയറക്ഷനിൽ ഇതാവുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്, മോഷൻ ഈസ് ആർ വിൽ ബി ഓൾവേസ് ഇൻ എ പ്ലെയിൻ, അങ്ങനെ പറയാം. ആർ വിൽ ബി അത് നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, വെക്റ്റർ ആർ വിൽ ബി ഓൾവേസ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഇൻ അനദർ വേർഡ്സ് മോഷൻ ഈസ് ഓൾവേസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ, അങ്ങനെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ മോഷൻ ഓൾവേസ് എന്താണ്, ഒരു പ്ലെയിനിൽ കൺഫൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം, വി ക്യാൻ യൂസ് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ്. ഇവിടെ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കാരണം മോഷന് ഒറ്റ പ്ലെയിനിലാണ്. അപ്പോൾ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് നമ്മൾ കുറേ പ്രാവശ്യം മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അവിടുത്തെ കോർഡിനേറ്റുകൾ എന്തൊക്കെയാണ്, സെൻട്രലിൽ നിന്നുള്ള അകലമായ ആറും പിന്നെ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയും, ഇത് രണ്ടുമാണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, അതായത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റിൽ നമ്മൾ ഒറിജിൻ O, ആ ഒറിജിനിൽ നിന്നുള്ള അങ്ങോട്ടുള്ള ദൂരമാണ് 6. സോറി, വേറെ കളർ ഉപയോഗിക്കാം, ഇത് 6. അതുപോലെ നമ്മളെ റെഡ്യൂസ്ഡ് മാസ്, നമ്മളെ 2 മാസുള്ള സിസ്റ്റമാണ് ശരിക്ക്, പക്ഷേ അതിനെ റെഡ്യൂസ്ഡ് മാസ് സിസ്റ്റം ആക്കി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മ്യൂ ഇവിടെ വരയ്ക്കുക. പിന്നെ അപ്പോൾ ഫോഴ്സിന് നമുക്ക് എങ്ങനെ എഴുതാം, എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആർ ക്യാപ്പ്. ശരിക്കും ഇതാണ് ആർ ക്യാപ്പ് ഡയറക്ഷൻ, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. തീറ്റ ക്യാപ്പ് ഡയറക്ഷൻ എന്താണ്, തീറ്റ ക്യാപ്പ് ഡയറക്ഷനും ഇതൊക്കെ ഓരോ പോയിന്റിൽ വേറെ വേറെ ആയിരിക്കും. ശരിക്ക് ഇവിടുത്തെ തീറ്റ ക്യാപ്പ് ഡയറക്ഷൻ ഇതായിരിക്കും, അതായത് ആറിന് നേരെ പെർപെൻഡിക്കുലർ, അതായത് ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് തീറ്റയുടെ ഡയറക്ഷൻ. ഇവിടെ ഇപ്പോൾ ഈ ഒരു ലൈനിൽ ഇവിടെ തീറ്റ ഇങ്ങനെ കൂടി വരുമ്പോൾ ഇവിടെ ഈ പോയിന്റിൽ ഇൻക്രീസ് ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇതാണ് തീറ്റ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രലിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്കുള്ള ആ ഒരു വെക്റ്ററിൻ്റെ ഡയറക്ഷൻ, അതാണ് ആർ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. ഇതൊക്കെ ഓൾറെഡി മുമ്പ് പറഞ്ഞതാണ്. ഇതാണിത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഇവിടെ നമുക്ക് വെക്റ്റർ ആറിനെ ആർ ക്യാപ്പ് എന്ന് എഴുതാം, ഡയറക്ഷൻ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ്. വെലോസിറ്റി എങ്ങനെ എഴുതാം, ആർ ഡോട്ട്, അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ആർ ഡോട്ട് ആർ ക്യാപ്പ്. ഇതാണ് റേഡിയൽ ഡയറക്ഷനിലുള്ളൊരു വെലോസിറ്റി കമ്പോണൻറ്റ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ്. ഇത് ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, അതായത് ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് റേഡിയലായിട്ടൊരു ഇൻക്രീസ് വരുന്നുണ്ട്, അതുപോലെ ടാൻജൻഷ്യലായിട്ട് ഈ ആറിന് പെർപെൻഡിക്കുലറായിട്ടും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ടാൻജൻഷ്യൽ കമ്പോണൻ്റാണ്, ഇത് റേഡിയൽ കമ്പോണൻ്റാണ്. ഇതൊക്കെ മുമ്പ് കുറേ വട്ടം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് കൂടുതൽ ആയത്തിൽ പറയാത്തത്. ഇനി ആക്സിലറേഷൻ ആണെങ്കിൽ ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും, ഇപ്പോൾ നമ്മൾ അതിലേക്ക് പോകണില്ല, നമുക്ക് ഇത്ര മതി. ഇനി നമ്മൾ പറഞ്ഞു ആംഗുലാർ മൊമെൻ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന്. നമുക്ക് ആ കോൺസ്റ്റൻ്റ് ആയ ആംഗുലാർ മൊമെൻ്റ് ഒന്ന് കണ്ടെത്തിയാലോ. ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് ആർ ക്യാപ്പ് എന്ന് കൊടുക്കാം, ക്രോസ് പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, ശരിക്ക് ഒറ്റ മാസമുള്ള സിസ്റ്റമാണെങ്കിൽ MV എന്നല്ലേ മൊമെൻറ്റം വരിക, അപ്പോൾ ഇവിടെ മ്യൂ എന്നാണ് വരിക. നമ്മൾ രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയ റെഡ്യൂസ്ഡ് മാസ് സിസ്റ്റമാണ്. മാസിൻ്റെ സ്ഥാനത്ത് ഇവിടെ മ്യൂ എന്നാണ് വരിക, റെഡ്യൂസ്ഡ് മാസ്, രണ്ടിനും കൂടി ഇക്വലൻ്റ് ആയ മാസ്. പിന്നെ
വെലോസിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പോളാർ കോർഡിനേറ്റിലെ വെലോസിറ്റി, പോളാർ കോർഡിനേറ്റിലെ നമ്മുടെ റിലേറ്റീവ് വെക്റ്ററിൻ്റെ വെലോസിറ്റി, ഈ ആറിൻ്റെ വെലോസിറ്റി, അതാണ് വെക്റ്റർ ആർ ഡോട്ട്. അതെന്താണ് നമ്മളിപ്പോൾ നേരെ പറഞ്ഞു, ആർ ഡോട്ട് ആർ ക്യാപ്പ് പ്ലസ് ആർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ്. ഓക്കെ, ഇതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താവും? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആദ്യം ഇതും ഈ ടേമും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക, പിന്നെ ഇതും ഈ ടേമും തമ്മിൽ എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്രോസ് പ്രൊഡക്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇത് ക്രോസ് പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ആർ ക്യാപ്പാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ആർ ക്യാപ്പാണ്. അപ്പോൾ ഈ ടേമിൻ്റെ കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും. ഇവിടെ ഈ ടേം മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ ആംഗുലാർ മൊമെൻറ്റത്തിലേക്ക്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡുകൾ ഒരുമിച്ച് എഴുതാം. മ്യൂ ഇവിടെ ഒരു ആറ്, ഇവിടെ ഒരു ആറ്, മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് തീറ്റ ക്യാപ്പ്. ഓക്കെ, മ്യൂ ആർ സ്ക്വയർ, സോറി ഡയറക്ഷൻ തെറ്റിയിട്ടുണ്ട്. ഡയറക്ഷൻ എന്താ വരിക? ആർ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ്. മാഗ്നിറ്റ്യൂഡ് ഒരുമിച്ച് എഴുതി. പിന്നെ ഇവിടെ ഇപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ മാഗ്നിറ്റ്യൂഡ് അതിൽ പങ്കെടുക്കൂലല്ലോ, ഇത് മാത്രമല്ലേ. അപ്പോൾ ആർ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പ് അവസാനം എഴുതി. അപ്പോൾ ഇതാണ് അവിടുത്തെ കോൺസ്റ്റൻ്റ് ആയ ഡയറക്ഷൻ, ഈ ആർ ക്യാപ്പിനും തീറ്റ ക്യാപ്പിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിട്ടിയ ഈ എക്സ്പ്രഷൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ടാണ്. ഡയറക്ഷൻ ഇതാണ്. ഡയറക്ഷനെ കുറിച്ച് നമ്മളിപ്പോൾ ബോധർ ചെയ്യണില്ല. ഡയറക്ഷൻ ആർ ക്യാപ്പ് ക്രോസ് തീറ്റ ക്യാപ്പാണ്. അതായത് നമ്മൾ ഒരു പ്ലെയിനിലാണല്ലോ, മോഷൻ പ്ലെയിനിലാണെന്ന് മനസ്സിലാക്കി, ആ പ്ലെയിനിൽ പെർപെൻഡിക്കുലറായ ഡയറക്ഷനാണ്. കാരണം ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും ആ പ്ലെയിനിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആർ ക്യാപ്പിനെയും തീറ്റ ക്യാപ്പിനെയും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പ്ലെയിനിന് പെർപെൻഡിക്കുലറായ ഒരു ഇതാണ് കിട്ടുക. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അതേ ഈ പ്ലെയിനിൻ്റെ എപ്പോഴും ആ ഒരു ഡയറക്ഷൻ കൺസർവ്ഡ് ആയിരിക്കും. മോഷൻ ഈസ് ഓൾവേസ് റിസ്ട്രിക്റ്റഡ് ടു ദാറ്റ് പ്ലെയിൻ. അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? എൽ ഈസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എക്സ്പ്രഷൻ. വി ഹാവ് ടു ബൈ ഹാർട്ട് ദാറ്റ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്തായിരുന്നു മെയിൻ ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. അത് ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. ഇനി രണ്ടാമത്തെ കോൺസിക്വൻസ് എന്താണ്? ലോ ഓഫ് ഈക്വൽ ഏരിയ. ആംഗുലാർ മൊമെൻറ്റം കൺസർവ്ഡ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു കോൺസിക്വൻസ് ആണ് സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ യൂണിവേഴ്സൽ ഫീച്ചറാണെന്ത്? ലോ ഓഫ് ഈക്വൽ ഏരിയ. ഈ ലോ ഓഫ് ഈക്വൽ ഏരിയ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേഡിയൽ വെക്റ്റർ ആർ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. നമ്മളെ ഒരു സിസ്റ്റം ആണെങ്കിൽ ഇതാണിപ്പോൾ സിസ്റ്റം എന്ന് വെക്കുക, ഇതാണ് ഒറിജിൻ, ഇതാണ് മ്യൂ, ഇതാണ് നമ്മുടെ റേഡിയൽ വെക്റ്റർ ആറ്. അപ്പോൾ ഇത് സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഇതിങ്ങനെ ഈ മ്യൂ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങോട്ടാവും. പിന്നെ ആറ് ഇതായില്ലേ. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ഏരിയ വന്നു, ആ ഏരിയൽ വെലോസിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഇത് ഈക്വൽ ഏരിയ ആണ് സ്വീപ്പ് ചെയ്യാന്ന്. അതായത് നമ്മളൊരു 10 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ എല്ലാ 10 സെക്കൻഡ് ഇവിടുത്തെ ഒരു 10 സെക്കൻഡിൽ എത്ര ഏരിയ ആണോ ഈ റേഡിയൽ വെക്റ്റർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ക്രോസ് ചെയ്യുന്നത്, അതേ ഏരിയ തന്നെ ആയിരിക്കും ഇവിടെ ആകുമ്പോഴുണ്ടാവുക. അതായത് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണുള്ളത്? നമ്മുടെ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. നമ്മുടെ മ്യൂ ഇങ്ങനെ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കുറേ മൂവ് ചെയ്യുമ്പോഴാണ് കുറേ ഏരിയ കിട്ടുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ തന്നെ കുറേ ഏരിയ കിട്ടും. കാരണം ഇതിൻ്റെ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം തന്നെ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഇത് ചെറിയൊരു മൂവ്മെൻറ്റ് തന്നെ ഇങ്ങനെ ഒരുപാട് ഏരിയ കിട്ടും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒരേ ഇൻ്റർവെൽ ഇവിടുത്തെ 10 സെക്കൻഡിൽ ഒരു നിശ്ചിത ഏരിയ കിട്ടണമെങ്കിൽ ഇവിടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം. ആ 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരുപാട് ദൂരം എത്തണം. ഇവിടെ ആണെങ്കിൽ 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ കുറച്ച് ദൂരം പോയാൽ മതി. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഈക്വൽ ഏരിയ. എവിടെയാണെങ്കിലും ഈ ഒരു ഓവറോൾ സെൻട്രൽ ഫോഴ്സ് മോഷനിൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ ആയിരിക്കും ഈ ആർ എന്ന ഈ വെക്റ്റർ കവർ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് അപ്പോൾ ഈ ആർ എന്തായിരിക്കും? ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും.
ഇവിടെ എത്തുമ്പോൾ അത് മെല്ലെ മെല്ലെ മൂവ് ചെയ്യുള്ളൂ. അതായത് സണ്ണിൻ്റെ ഇതിപ്പോൾ സൺ എർത്ത് സിസ്റ്റം ആണെങ്കിൽ ശരിക്കും ഒരു എലിപ്സിൻ്റെ സെൻറ്ററിൽ ഒരു ഫോക്കസിലാണ് ഒരു ഫോസിലാണ് നിൽക്കുന്നത്, സണ്ണ് നിൽക്കുന്നത്. ഇതാണ് ഇവിടെയാണ് ഈ എർത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ എർത്ത് സൺ സിസ്റ്റത്തിൽ സൂര്യനോട് ചേർന്ന് വരുന്ന സമയത്ത് എർത്തിൻ്റെ വേഗത ഭയങ്കര സ്പീഡായിരിക്കും. സൂര്യനിൽ നിന്ന് ഒരുപാട് അകലെയാവുന്ന സമയത്ത് എർത്തിൻ്റെ വേഗത എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. എന്നിട്ട് എത്തുന്തോറും ഫാസ്റ്റായിട്ട് വരും. അതാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് ഈക്വൽ ഏരിയ. റേഡിയൽ വെക്റ്റർ ആർ സ്വെപ്റ്റ് എന്നല്ല സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ നമ്മൾ അതിനൊരു പ്രൂഫ് ഉണ്ട്. ആ പ്രൂഫ് നമ്മൾ എന്തായാലും പഠിക്കണം. അതിനൊരു പ്രൂഫ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ചിത്രത്തെ ഒന്നും കൂടി ഇതാക്കി വരയ്ക്കുകയാണ്. ഈ ഒരു സപ്പോസ് ഇത് ഇവിടെയാണെന്ന് വെക്കുക. ഇതെന്ത് ചെയ്യാണ്? ഇവിടെയാണ്. എന്ത് ചെയ്തു? ഇതൊന്നും കൂടി ഇങ്ങോട്ട് മൂവ് ചെയ്തു, ചെറുതായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഈ നമ്മളിപ്പോൾ ഇതിങ്ങനെ മോഷനിൽ ഇതിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പോൾ ഈ റേഡിയൽ വെക്റ്റർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. സപ്പോസ് ഇവിടെ ഉണ്ടായിരുന്ന മ്യൂ എന്ത് ചെയ്തു? ഇവിടെ എത്തി. അപ്പോൾ റേഡിയൽ വെക്റ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി. അങ്ങനെയാണെങ്കിൽ അവിടെ കവർ ചെയ്യുന്ന ഏരിയ എന്താ നമ്മൾ കണ്ടെത്തിയാൽ മതി. അവിടെ നമുക്ക് ഏരിയൽ വെലോസിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഈ കവർ ചെയ്യുന്ന ഏരിയ, ആ ഏരിയ എങ്ങനെ നമുക്ക് കണ്ടെത്താം? അപ്പോൾ ഇത് ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗറിനെ നമുക്കൊരു ട്രയാങ്കിളായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം ചെറിയൊരു ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു ഐഡൻറ്റിക്കൽ നമുക്ക് പെട്ടെന്ന് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രയാങ്കിളായിരിക്കും ചെറിയൊരു ഇതാണെങ്കിൽ. കാരണം ഈ സൈഡൊക്കെ ഏകദേശം ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആറും ഈ ഒരു ആറും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഏരിയ ഓഫ് ട്രയാങ്കിളായിട്ട് കരുതാൻ പറ്റും. ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതായത് സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ ഈ വെക്റ്റർ സ്വീപ്പ് ചെയ്യുന്ന ഏരിയ ഓഫ് ദി സ്മോൾ ട്രയാങ്കിളാണ്. അതെന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് BH ആണ്. ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് ബേസിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? ബേസിൻ്റെ സ്ഥാനത്ത് ഈ ഒരു ദൂരമാണ്. ഇത് ഏകദേശം ഇങ്ങനെ ഒരു ദൂരമായിട്ട് എടുക്കാം നമുക്ക് ബേസിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ ഇത് സ്വീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പോളാർ കോർഡിനേറ്റിലാണല്ലോ എല്ലാം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആംഗുലാർ ചേഞ്ച് ഇവിടെ ഉണ്ടാവും. സപ്പോസ് ദാറ്റ് ഈസ് d തീറ്റ. ഇത് ഈ വെക്റ്റർ ഈ ഒരു ആറിൽ നിന്ന് ഈ ഒരു പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ അവിടെ കവർ ചെയ്യുന്ന ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് d തീറ്റയാണ്. പിന്നെ അവിടുത്തെ ബേസ് എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഇതൊരു സർക്കിളിൻ്റെ ആർക്ക് പോലൊക്കെ നമുക്ക് കരുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബേസിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും? r d തീറ്റ ആയിരിക്കും. ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ? അപ്പോൾ ഇത് ഏകദേശം ഈ രണ്ട് സൈഡും ഏകദേശം സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ റേഡിയസ് പോലെ നമുക്ക് കരുതാൻ പറ്റും. കൊണ്ടുവച്ചാ അതായത് ഈ ബേസിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ബേസിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ സൈഡിൽ എഴുതാം B ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഈക്വലൻ ടു ആൻ ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു റേഡിയസ് ഇൻറ്റു ആംഗിൾ. റേഡിയസ് ഇൻറ്റു ആംഗിൾ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ റേഡിയസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് 6 ആണ്. 6 ഇൻറ്റു ഇവിടുത്തെ ഇതിൻ്റെ അടുക്കുള്ള ഈ ആർക്കിൻ്റെ ഉള്ളിലെ ആംഗിൾ എന്താണ്? d തീറ്റ. r d തീറ്റ എന്ന് കൊടുക്കാം ബേസിൻ്റെ സ്ഥാനത്ത്. ഇനിയിപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുമ്പോൾ കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ആ ലെങ്ത്താണ്. ആ ലെങ്ത്തും ഏകദേശം എന്താണ്? സ്മോൾ ടൈം ഇൻ്റർവെൽ ആയതുകൊണ്ട് ആ ലെങ്ത്തും 6 ആയിട്ട് എടുക്കാം നമുക്ക്. എച്ചും നമുക്ക് എന്തായിട്ട് എടുക്കാം? 6 ആയിട്ട് എടുക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് സ്മോൾ ടൈം ഇൻ്റർവെൽ. ദെർഫോർ വി ക്യാൻ റൈറ്റ് half a small area, that area is equal to half into base എന്താണ്? r d theta. height എന്താണ്? r. therefore di is equal to half r square d theta. ഓക്കെ, അപ്പോൾ ഇതാണ് സ്മോൾ ഏരിയ. അപ്പോൾ നമുക്ക് ഏരിയൽ വെലോസിറ്റി കാണണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കാണണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ
കാരണം എന്താ, നമ്മൾ ഈ ഒരു ലോ ഓഫ് ഈക്വൽ ഏരിയ പറയുന്നത് റേഡിയൽ വെക്റ്റർ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഇവിടെ ടൈമിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ്. അതായത് ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണെന്നാണ് ഈ ലോ ഓഫ് ഈക്വൽ ഏരിയ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ dA/dt ആണ് കാണാനുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ dA/dt. മൊത്തം നമ്മൾ ഈ സൈഡിലും dt കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മറ്റേ സൈഡിലും dt കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ dt കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമുക്ക് dθൻ്റെ താഴെ കൊണ്ടുപോയി എഴുതാം. ഇവിടെയും dt കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതെന്തായി മാറും? dA/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു ½ r² തീറ്റ ഡോട്ട് dθ/dt എന്ന് പറഞ്ഞാൽ തീറ്റ ഡോട്ട് അല്ലേ. ഇനി നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. നമുക്ക് മുമ്പ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം കണ്ടെത്തിയിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. μr² തീറ്റ ഡോട്ട്. അതിവിടെ കൊടുക്കുക. അത് നമ്മൾ ഒന്ന് ജസ്റ്റ് എടുത്ത് എഴുതാം. μr² തീറ്റ ഡോട്ട്. അപ്പോൾ ഇവിടെ ഒരു r² തീറ്റ ഡോട്ട് ഉണ്ട്, ഇവിടെ ഒരു r² തീറ്റ ഡോട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ടേമിൽ ഇവിടെ r² തീറ്റ ഡോട്ടിനെ മാറ്റി എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് r² തീറ്റ ഡോട്ട് എന്താണെന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു L/μ അല്ലേ. ഈ L/μ എന്ത് ചെയ്യുക? അതിനെ ഇക്വേഷൻ 3 വിളിക്കുക. ഇതിനെ ഇവിടുത്തെ r² തീറ്റ ഡോട്ടിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? എന്ത് കിട്ടും? dA/dt ഈസ് ഈക്വൽ ടു ½ L/μ ഇംപ്ലൈസ് ഈക്വൽ ടു L/2μ. ഇതിന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? dA/dt ഈസ് ഈക്വൽ ടു L/2μ. ഇവിടെ L ആംഗുലാർ മൊമെൻറ്റം കോൺസ്റ്റൻ്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. μ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് മാസാണ്. M1 M2 എന്നുള്ള 2 മാസുകൾക്ക് എന്തായാലും അത് പിന്നെ മാറാൻ പോകില്ല, അതൊരു കോൺസ്റ്റൻ്റാണ്. L കോൺസ്റ്റൻ്റാണ്, μ കോൺസ്റ്റൻ്റാണ്, 2 കോൺസ്റ്റൻ്റാണ്. അപ്പോൾ അതിനർത്ഥം dA/dt ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിൻ്റെ അർത്ഥം റേഡിയൽ വെക്റ്റർ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അത് നമ്മൾ മേലെ പറഞ്ഞ അതേ എക്സ്പ്രഷൻ. ദാറ്റ് ഇംപ്ലൈസസ് ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. മറ്റൊരു രീതിയിലും പറയാം, ഒന്നിങ്ങനെ പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറയാം. മറ്റൊരു രീതിയിൽ പറയാമെങ്കിൽ റേഡിയസ് വെക്റ്റർ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഇത് മതി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻ സെൻട്രൽ ഫോഴ്സ് മോഷൻ. അപ്പോൾ സെൻട്രൽ ഫോഴ്സ് മോഷനിലെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ 2 കോൺസിക്വൻസുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, മോഷൻ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ. രണ്ടാമത്തത് ലോ ഓഫ് ഈക്വൽ ഏരിയ. രണ്ടിന് പ്രൂഫ് നമ്മൾ പറഞ്ഞു. ഏതൊരു സെൻട്രൽ ഫോഴ്സ് സിസ്റ്റവും എന്ത് ചെയ്യും? ഇത് ഒബേ ചെയ്യും. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണ്, പിന്നെ അങ്ങനത്തെ അതൊക്കെ സെൻട്രൽ ഫോഴ്സ് ആണ്. പക്ഷേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതാണ് നമുക്ക് ഒന്നും കൂടി ഇമ്പോർട്ടൻ്റ് ആയത്. കാരണം നമ്മൾ ജീവിക്കുന്ന എർത്ത് സൂര്യന് ചുറ്റും ഒരു സെൻട്രൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ചലിക്കുന്നത്. അപ്പോൾ ആ കാര്യമായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എർത്ത് സൺ സിസ്റ്റമാണ്. അതുപോലെ സാറ്റലൈറ്റ്, മൂണ്, അതുപോലെ മറ്റുള്ള ഉൽക്കകളൊക്കെ ഉണ്ടല്ലോ, അവയൊക്കെ എന്ത് ചെയ്യും? അവയൊക്കെ സെൻട്രൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണ്. അപ്പോൾ അത്തരം മോഷനിലൊക്കെ ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കോൺസിക്വൻസ് വാലിഡാണ്. ആ സമയത്തൊക്കെ മോഷൻ ഒരു പ്ലെയിനിൽ കൺഫൈൻഡ് ആയിരിക്കും. അതുപോലെ ഈക്വൽ ഏരിയ എന്തായിരിക്കും? അവയുടെ നമ്മുടെ സിസ്റ്റത്തിലെ ഒറിജിനിൽ നിന്ന് ആ ഒരു ബോഡി ഉണ്ടല്ലോ, അവിടേക്കുള്ള റേഡിയൽ വെക്റ്റർ ഈക്വൽ ഏരിയ ആയിരിക്കും ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ സ്വീപ്പ് ചെയ്യുക. ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ്റെ കോൺസിക്വൻസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.